2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് ഇന്നലെയാണ്. 1,17,369 പേരാണ് ദർശനം നടത്തി മടങ്ങിയത്. ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വിലയിരുത്തും. സന്നിധാനത്ത് ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വലിയ ക്യൂ നീളുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് തിരക്ക് നിയന്ത്രിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലത്തെ വലിയ തിരക്ക് മാനിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് പ്രത്യേക സമിതി കടന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ ആ എണ്ണം, അതായത് 5000 എന്നുള്ളത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 1,00,000-ലധികം ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരുപക്ഷെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെ വരെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് സ്ഥിതി പാടെ മാറിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സുഗമമായി ഭക്തർക്ക് ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് ദേവസ്വത്തിന്റെ പുതിയ ഭരണസമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയാകും. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ച് സുഗമമായ ദർശനം ലഭ്യമാക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴ ഭക്തരുടെ സന്ദർശനത്തെ അല്ലെങ്കിൽ ദർശനത്തെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഭക്തർ വ്യക്തമാക്കുന്നുണ്ട്.